ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ്. രണ്ട് സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് ഉഴുന്ന് 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചിട്ട് എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 ബാച്ചായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പകുതി ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല കേട്ടോ. ഈ മാവ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. കയ്യിലൊന്നും ഒട്ടാതെ. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്മസാണ് ഉണ്ടാവുക. 4 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത പൊടിയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പുളിപ്പിച്ചാണ് കേട്ടോ വട ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഞാനിത് നൈറ്റിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് റെഡിയാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴായിട്ട് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്, കണ്ടാവും. അപ്പോൾ അങ്ങനെ പുളിപ്പിച്ചിട്ട് എന്താ പറയുക, വട ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവുക. ഇനി മാവിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് പുളിപ്പിച്ചതിന് ശേഷമാണ് വട ഉണ്ടാക്കുന്നതെങ്കിൽ നന്നായി പുളിച്ചതിന് ശേഷം നമ്മൾ വട ഉണ്ടാക്കുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തുണ്ടാക്കി വെക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വട ഉണ്ടാക്കാം കേട്ടോ. വട ഉണ്ടാക്കുന്നതിന് മുമ്പ് 2 കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മാവ് കയ്യിലൊട്ടി പോകും. എന്നിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇനി ഒന്ന് നടുവിൽ ഹോളിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു വടയുടെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. കണ്ടോ, ഇതുപോലെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വട ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൊരിഞ്ഞിട്ട് വരട്ടെ. ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതാ ഉഴുന്നവടയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഭംഗിയല്ലേ ഒരു കളറ് കാണാൻ തന്നെ, കണ്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ വടയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നോക്കിയേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ള നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കണം. നമുക്കിതുപോലെ ചട്നിയുടെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വേറെ വീഡിയോയുടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.